ഹൃദയം ഇടത്തോട്ട്. അപ്രതീക്ഷിത തിരിച്ചടി ഏറ്റുവാങ്ങി തീവ്ര വലതുപക്ഷം. ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇതോടെ തൂക്കുമന്ത്രിസഭയെന്ന് ഉറപ്പായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം. ആദ്യഘട്ട വോട്ടെടുപ്പും അത് ശരിവെച്ചു. യൂറോപ്പിലുടനീളം പടരുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാറ്റ് ഫ്രഞ്ച് ജനതയും ഏറ്റെടുക്കുന്നുവെന്ന് ലോകവും കരുതി. വിജയമുറപ്പിച്ചിരുന്ന നാഷണൽ റാലിയെയും മരീൻ ലെ പെന്നിനെയും നിരാശയിലാക്കി ഫ്രാൻസിൽ ഇടതു മുന്നേറ്റം. ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാഷണൽ റാലി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മക്രോൺ അധോസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. മക്രോണിന്റേത് ഒരു റോങ് ടേൺ ആയിരുന്നുവെന്ന് മുദ്ര കുത്തപ്പെട്ടു. കാലാവധി തീരാൻ ഇനിയും 3 വർഷം ശേഷിക്കെയാണ് മക്രോണിന്റെ ദ്രുതഗതിയിലുള്ള നീക്കം. വലതുപക്ഷ മുന്നേറ്റം മുന്നിൽ കണ്ട ഫ്രാൻസിലെ ഇടതു പാർട്ടികൾ ഭിന്നതകൾ മറന്ന് ഒന്നിച്ചു. നാഷണൽ പോപ്പുലർ ഫ്രണ്ട് എന്ന പുതിയ സഖ്യത്തിന് രൂപം നൽകി. ഫ്രാൻസിനെ നാഷണൽ റാലിക്ക് വിട്ടുനൽകാൻ തയ്യാറല്ലെന്ന് അവർ ചേർന്നു പറഞ്ഞു. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിക്കെതിരായ ചടലു നീക്കം ആദ്യം ഫലം കണ്ടില്ല. ജൂൺ 30 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 33% വോട്ടുമായി നാഷണൽ റാലി ഒന്നാമതെത്തി. ഇടതു പാർട്ടികളുടെ സഖ്യം NPF 28%വുമായി രണ്ടാമതെത്തിയപ്പോൾ മക്രോണിന്റെ റിനൈസൻസ് മൂന്നാമതായി. മാധ്യമങ്ങളും എക്സിറ്റ് പോളും നാഷണൽ റാലിയുടെ വിജയം മുന്നിൽ കണ്ടു. നാഷണൽ റാലി പാർട്ടിയുടെ അധ്യക്ഷൻ ജോർഡൻ ബർദല്ല ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകുമെന്ന് എഴുതപ്പെട്ടു. കുടിയേറ്റ വിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധ വികാരവും പിന്തുടരുന്ന നാഷണൽ റാലി അധികാരത്തിലേക്ക് എന്ന സംശയം ബലപ്പെട്ടു. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം മുസോളിനിയുടെ അനുഭാവികൾ ഫ്രാൻസിൽ അധികാരത്തിലേക്ക് വാഴ്ത്തപ്പെട്ടു. കുടിയേറ്റം ഗണ്യമായി കുറയ്ക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നുമാണ് ഫ്രഞ്ച് ജനതയ്ക്ക് അവർ നൽകിയ വാഗ്ദാനം. അതേസമയം എതിർപ്പാളയത്തിൽ ചടുലമായ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. തങ്ങളുടെ പൊതുശത്രുവിനെതിരെ പോരാടാൻ ഇടതുപക്ഷ സഖ്യവും മക്രോണിന്റെ റിനൈസൻസും കൈകോർത്തു. അതിന് റിപ്പബ്ലിക്കൻ ഫ്രണ്ട് എന്ന് പേരും നൽകി. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ മൂന്നാമതെത്തിയ സ്ഥാനാർത്ഥിയെ ഇരു കൂട്ടരും പിൻവലിച്ചു. 224 പേർ മത്സര രംഗത്ത് നിന്നും ഇങ്ങനെ പിന്മാറിയിട്ടുണ്ട്. നാഷണൽ റാലിക്കെതിരായ വോട്ടുകൾ ഏകീകരിക്കുകയായിരുന്നു ലക്ഷ്യം. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഒന്നിക്കാൻ ഫുട്ബോൾ താരം എംബാപ്പയും ഗായിക അയാൻ നക്കാമുഴ അടക്കമുള്ള സെലിബ്രിറ്റികളും രംഗത്തെത്തി. ജനങ്ങളും രണ്ടാമതൊന്നു കൂടി ചിന്തിച്ചു. മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഉയർന്ന പോളിംഗ് ആയിരുന്നു രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടത് ഇടതു മുന്നേറ്റം. കുടിയേറ്റ വിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധ വികാരവും പിന്തുടരുന്ന നാഷണൽ റാലി തൽക്കാലം അധികാരത്തിലേക്ക് വേണ്ടെന്ന് ഫ്രഞ്ച് ജനത കൽപ്പിച്ചു. മരീൻ ലെ പെന്നയുടെ പാർട്ടിക്ക് അപ്രതീക്ഷിത തോൽവി. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. 577 അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 289 സീറ്റുകൾ. ഒന്നാമതെത്തിയ NPF 178 സീറ്റ് നേടി. മക്രോണിന്റെ റിനൈസൻസ് 150 സീറ്റും നാഷണൽ റാലി 142 സീറ്റും നേടി. ഫ്രാൻസിൽ തൂക്കുമന്ത്രിസഭയെന്ന് ഉറപ്പായി. ഇമ്മാനുവൽ മക്രോണിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. രാജ്യത്ത് ഉയർന്നു വന്ന തീവ്ര വലതുപക്ഷ പാർട്ടിക്കെതിരായ നീക്കം ഫലം കണ്ടു. 2027 വരെ ഇനി മക്രോൺ തന്നെയായിരിക്കും ഫ്രാൻസിന്റെ പ്രസിഡന്റ് എന്ന് ഉറപ്പ്. വ്യത്യസ്ത ആശയങ്ങൾ വച്ചു പുലർത്തുന്ന ഒരു കൂട്ടം പാർട്ടികൾ നയിക്കുന്ന ഫ്രഞ്ച് സർക്കാരിന്റെ ഭരണകാലം അത്ര എളുപ്പമായിരിക്കില്ല.